അട്ടത്തോട് നിന്നും കൊല്ലമൂടി താഴേക്ക് ഇറങ്ങി ചെമ്പയാറിന്റെ തീരത്തുകൂടി കല്ലാറും കട്ടാറും എല്ലാം കടന്ന് വലിയ പുഴയും ശരിയാനവട്ടവും കിടന്ന് നീല കയറി അപ്പാച്ചിമേട് പിന്നിട്ട് ശബരിമലത്തിൽ ശ്രമിച്ച് ശരംകുത്തിയിലെത്തിയിരിക്കുമ്പോൾ തിരുവാഭരണ ശരംകുത്തിയിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇവിടെ നിന്ന് ആചാരപൂർവമായ ചടങ്ങുകൾക്ക് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കർപ്പൂരാഴിയുടെ അകമ്പടിയോടുകൂടി തിരുവ പേടക സംഘം വീണ്ടും ശിരസിലെത്തിക്കൊണ്ട് വലിയ നടപ്പന്തൽ കടന്ന് 18ാം പടിയിലേക്ക് എത്തും. ഈ അസുലഭമായ നിമിഷം കാണുന്നതിന് വേണ്ടിയാണ് ദിവസങ്ങളോളം മഞ്ഞും മഴയും വെയിലുമെല്ലാം കൊണ്ട് വിവിധ ഇടങ്ങളിൽ പാഠശാലകൾ കെട്ടി ആയിരക്കണക്കിന് തീർത്ഥാടകർ കാത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒന്ന് മകരവിളക്ക് ദർശനം. മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഏറ്റവും അധികം ആളുകൾ ഒരേ സമയം ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ദിവസം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 3 തിരുവാഭരണ പെട്ടികളും 3 പെട്ടികളും ശരംകുത്തിയിൽ ഇറക്കി വെച്ചിരിക്കുന്നു. മേൽശാന്തിയും തന്ത്രിയും അനുഭവിച്ചയച്ച ദേവസ്വം ബോർഡ് ജീവനക്കാരും ಇದು ಏಷ್ಯಾನೆಟ್ ನ್ಯೂಸ್ ನೆಟ್ವರ್ಕ್ ಪ್ರಸ್ತುತಿ. ನೀವು ನೋಡ್ತಿದ್ದೀರಾ ಏಷ್ಯಾನೆಟ್ ಸುವರ್ಣ ನ್ಯೂಸ್.